ഈ വർഷത്തെ വിദ്യാർത്ഥി സംഘടനാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ജനാധിപത്യപരമായ രീതിയിൽ മികച്ച പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനായി താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക. അപ്പോൾ ഈ പറയാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കലണ്ടർ, അതായത് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മൾ ഇലക്ഷനും അതുപോലെ തന്നെ അതിന്റെ എണ്ണലും അതുപോലെ പ്രഖ്യാപനങ്ങൾ ചെയ്യും. അപ്പൊ അതിന്റെ ദിവസങ്ങളാണ് മെയ് 4 നാളെ, ഇന്ന് തിങ്കളാഴ്ച വിജ്ഞാപനം നടത്തപ്പെടുകയാണ്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ പത്രിക വിതരണം ചെയ്യും. ആരെങ്കിലും മത്സരിക്കാൻ തയ്യാറാവുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഉസ്താദ് ഒരു തെരഞ്ഞെടുപ്പ് ഒരു പത്രിക തരും. ആ നാമനിർദ്ദേശ പത്രിക നിങ്ങൾ ഫില്ല് ചെയ്ത് എന്ത് ചെയ്യണം? ചൊവ്വാഴ്ച നാമനിർദ്ദേശ പത്രിക നിങ്ങൾ അതിന് തിരിച്ച് സമർപ്പിക്കണം. ആ മദ്രസ സമയം തീരുന്നതിന് മുമ്പ് സമർപ്പിക്കണം. പിന്നെ ബുധനാഴ്ച നിങ്ങൾ സമർപ്പിച്ച പത്രിക ഉസ്താദുമാരുടെ സൂക്ഷ്മ പരിശോധന നടത്തും. അപ്പൊ നിങ്ങളെ ഹാജറുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ അച്ചടക്കം അതൊക്കെ പരിഗണിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുക, സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഇത് ഇങ്ങനെ സംഗതികൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരണം. അതുപോലെ തന്നെ 7, 8, 9 വ്യാഴം, വെള്ളി, ശനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രചരണം നടത്താൻ പറ്റും. ഓരോ കാൻഡിഡേറ്റ്സിനും ഓരോ മത്സരിക്കുന്ന ആളുകൾക്കും മത്സരാർത്ഥികൾക്ക് എന്ത് ചെയ്യാം? സ്ഥാനാർത്ഥികളെ പിന്നെ അവർക്ക് വോട്ടഭ്യർത്ഥന നടത്താം. അതുപോലെ തന്നെ മെയ് 10 വോട്ടെടുപ്പും ഫലപ്രഖ്യാപനം വന്നുണ്ടാവും. ഇനി മത്സരിക്കുന്ന തസ്തികകൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് മുതിർന്ന കുട്ടികൾ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് ഇത് ബാധകം. ബാക്കിയുള്ള മുതിർന്ന ആളുകൾക്കാണ് വോട്ടെടുപ്പ് ഉണ്ടാവുക അല്ലേ? അപ്പൊ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യാം? 5ാം ക്ലാസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുണ്ടാവും? വോട്ടെടുപ്പ് ഉണ്ടാവും. അപ്പൊ എല്ലാ ആൾക്കാർക്കും വോട്ടെടുപ്പില്ല. സാധാരണ നമ്മൾ ഇന്ത്യയിൽ 18 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് വോട്ടുണ്ടാവുക. അപ്പോൾ മദ്രസയിൽ നമ്മൾ ഈ മാതൃകാ വോട്ടെടുപ്പ് നടത്തുമ്പോൾ അതിൽ മുതിർന്ന വിദ്യാർത്ഥികളെയാണ് വോട്ടെടുപ്പിന് പരിഗണിക്കുക. അവർക്ക് മാത്രമേ വോട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരെന്ത് ചെയ്യുക? അതൊക്കെ കണ്ട് മനസ്സിലാക്കുക. അതിൽ സ്ഥാനാർത്ഥികൾ വേണ്ട ആവശ്യമുള്ള വകുപ്പുകളാണ് പറയുന്നത്. ഒന്ന് പ്രസിഡന്റ് സ്ഥാനത്തിനാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അത് ഏതൊക്കെ ക്ലാസ് ആണെന്നൊക്കെ നിങ്ങൾ അവിടെ ഉസ്താദിനോട് ബന്ധപ്പെട്ടിട്ട് ഉസ്താദ് പറഞ്ഞു തരും. അത് പിന്നെ 8, 9 മുതലുള്ള ആളുകൾക്ക് 10, 11, 12 അതായത് 10ാം ക്ലാസ്, +1, +2 മുതിർന്ന കുട്ടികളിലാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക. അപ്പൊ അവരാണ് ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. പിന്നെ ജനറൽ സെക്രട്ടറി, പിന്നെ ട്രഷറർ, വർക്കിംഗ് സെക്രട്ടറി, ഫൈനാൻസ് സെക്രട്ടറി. ഫൈനാൻസ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സമാജങ്ങൾ അതുപോലെ തന്നെ നബിദിനൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ മുന്നിലുണ്ടായി നിയന്ത്രിക്കേണ്ട ആളാണ്. അപ്പൊ അത്തരം ആഗ്രഹമുള്ള ആളുകൾ ആ പേരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. അതുപോലെ തന്നെ ലൈബ്രറി സെക്രട്ടറി. പിന്നെ വിദ്യാർത്ഥികളുടെ പ്രധാന നിർദ്ദേശങ്ങൾ, സ്ഥാനാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്കുള്ള ചിഹ്നങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളും അന്തിമ പട്ടിക തയ്യാറാക്കുന്നതോടുകൂടി ചിഹ്നങ്ങളും അനുവദിക്കും. അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിർദ്ദേശിക്കാം, പക്ഷേ ഞങ്ങൾ നിർണ്ണയിക്കുന്ന ആ ഒരു ചിഹ്നങ്ങളാണ് നൽകപ്പെടുക. പിന്നെ പ്രചരണം, സംസാരിക്കരുത്. ചെറിയ കുട്ടികളെ 2, 1 കുട്ടികളെ സംസാരിക്കാൻ പാടില്ല. ശ്രദ്ധിക്കില്ല. പ്രചരണം മദ്രസയുടെ അച്ചടക്കം പാലിച്ചുകൊണ്ടുള്ള മാന്യമായ പ്രചരണം മാത്രമേ അനുവദിക്കൂ. ചുവരുകളിൽ എഴുതാനോ പോസ്റ്ററുകൾ ഒട്ടിക്കാനോ പാടില്ല. ഇതൊക്കെ നമ്മൾ പുറത്ത് കാണുന്ന മാതൃകളാണ്. മദ്രസയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സാധനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഡോക്യുമെന്റ്സ് ഒന്നും വൃത്തികേടാക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് പോസ്റ്ററുകൾ എഴുതാം, ഒക്കെ ചെയ്യാം. പക്ഷെ ബോർഡിൽ തൂക്കാൻ അങ്ങനെ പറ്റില്ല, ഒട്ടിക്കരുത്. ഓക്കെ. അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. വോട്ടർമാരെ സ്വാധീനിക്കാൻ സമ്മാനങ്ങളോ മിഠായികളോ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുന്നതാണ്. അപ്പൊ ഒരു സ്ഥാനാർത്ഥി മിഠായി കൊടുത്ത് വോട്ട് വസൂലാക്കാൻ ശ്രമിച്ചാൽ ആ സ്ഥാനാർത്ഥി എന്ത് ചെയ്യും? അസാധുവാക്കും. ഇനി വോട്ടർമാർ ശ്രദ്ധിക്കേണ്ടത് യോഗ്യത. മദ്രസയിൽ കൃത്യമായി ഹാജരുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഹാജറുകൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ വോട്ട് ചെയ്യുന്ന രീതി, ബാലറ്റ് പേപ്പർ എന്ന് പറയും, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. അത് ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിയുടെ നേരെ ചിഹ്നത്തിന് നേരെ അടയാളപ്പെടുത്താൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അസാധു വോട്ടുകൾ, ചില വോട്ടുകൾ എന്ത് ചെയ്യാൻ സ്വീകരിക്കൂല. എങ്ങനെയാണത്? ബാലറ്റ് പേപ്പർ നമ്മൾ തരുന്ന പേപ്പറിൽ ഒരുപാട് 2 സ്ഥാനാർത്ഥിക്കും നേരെ ടിക്കില്ല. അങ്ങനെ എന്ത് ചെയ്ത് കൊണ്ടുതന്നെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ട് എന്ത് ചെയ്യും? അസാധുവാകും. അപ്പൊ നമ്മുടെ പ്രതിനിധിയെ നമ്മൾ തന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു ആവേശത്തോടുള്ള വോട്ടാണ് ഈ വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വളരെ ആവേശപരമായി തന്നെ സ്ഥാനാർത്ഥികളായിട്ട് ആഗ്രഹിക്കുന്ന മുതിർന്ന വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് അവരുടെ മത്സരത്തിലൂടെ അവസാനിക്കാൻ പോവുകയാണ്. 1-2 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എക്കാലത്തും ഓർമ്മിപ്പിക്കപ്പെടുന്ന വലിയ അനുഭവങ്ങൾ നൽകുന്ന ഒരു സംഗതിയാണ് ഈ സ്ഥാനാർത്ഥിത്വം. അതുപോലെ തന്നെ വോട്ടെടുപ്പും പലപ്പോഴും സ്കൂളിലൊക്കെ നടക്കുന്നുണ്ടാവും. എല്ലാവർക്കും ചെയ്യാവുന്ന അവിടെ സ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തുറന്ന അവസരമാണ്. അപ്പൊ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യണം? ഉസ്താദിന്റെ പേപ്പർ വേണ്ടിയിട്ട് ഫില്ല് ചെയ്ത് നാളെ തന്നെ തിരിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ്.